സീനിയർ സ്റ്റാഫ്സ് റിലീവ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ഓണേഴ്സ് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആ സ്ഥാപനത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറിയാണ്. ആൾക്ക് കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ അറിയാം, പ്രൈസിംഗ് പാറ്റേൺ അറിയാം, കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എന്നറിയാം, സപ്ലൈസിന്റെ കോൺടാക്ട്സ് ഉണ്ടാവും, തുടങ്ങി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാളുടെ മെമ്മറിയിൽ ഓൾറെഡി ഫീഡാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഇയാളുടെ ഹെഡിലൂടെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരാൾ റിലീവ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഇത്രത്തോളം സ്ട്രഗിൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതൊരു HR ഫെയിലിയർ അല്ല, മറിച്ചൊരു സിസ്റ്റം ഫെയിലിയർ ആണ്. സോ സിസ്റ്റം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക സൊല്യൂഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ആ കീ പേഴ്സൺസിന്റെ റോൾസ് ഐഡന്റിഫൈ ചെയ്യുക. എന്തൊക്കെ തീരുമാനങ്ങളാണ് അദ്ദേഹം എടുക്കുന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് റീസണിംഗ് ആണ് ഓരോ ഡിസിഷന്റെ പുറകിലുള്ളത്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും റിട്ടേൺ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്. കീ പോസ്റ്റിലുള്ള ഒരാൾ മാറി പുതിയൊരാൾ വരുന്ന സമയത്ത് ആ ട്രാൻസിഷൻ പീരീഡിൽ നടക്കുന്ന ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രം ആൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ജോബ് റോളുകൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഓരോ റോളുകളും എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഡിസിഷൻസ് എടുക്കേണ്ടത്, അതിന്റെ റീസണിങ്സ് എന്താവണം എന്നുള്ളത് വെൽ റിട്ടേൺ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പുതിയൊരാൾ വരുന്ന സമയത്താണെങ്കിൽ പോലും ആൾക്ക് പെട്ടെന്ന് അതിലേക്ക് ഇൻവോൾവ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും.